Hello my dear students, welcome to Learner's World. In this video, I talk about Module 1 Basic Elements of Drama, Part 1 Tragedy. What is tragedy? Tragedy is a branch of drama that treats in a serious and dignified style the sorrowful or terrible events encountered or caused by a heroic individual. ഇപ്പോൾ ട്രാജഡി എന്ന് പറയുന്നത് ഡ്രാമയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ്, ഒരു ശാഖയാണ് ട്രാജഡി എന്നാണ് പറയുന്നത്. അതായത് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ നേരിടുന്ന കുറച്ച് സങ്കടകരമായിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് ഉയർന്ന തലത്തിൽ പ്രതിപാദിക്കുന്ന ഒന്നാണ് ട്രാജഡി എന്ന് പറയുന്നത്. ഡ്രാമയുടെ ഒരു ബ്രാഞ്ചാണ് ട്രാജഡി. The Greeks used the word tragedy for the first time in the 1st century BC. ഈ ട്രാജഡി എന്നുള്ള വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗ്രീക്കുകാരാണെന്നാണ് പറയുന്നത്. BC 1-ാം നൂറ്റാണ്ടിലാണ് അവരത് ഉപയോഗിച്ചത്. It then referred to a particular kind of play staged as part of festivals. അപ്പോൾ ആഘോഷവേളകളിൽ പ്രദർശിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക തരം നാടകമായിരുന്നു അത്. The atmosphere of the play then was more of a religious ceremony than entertainment. അപ്പം അത്തരം നാടകങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, ഓഡിയൻസിനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക എന്നതിന് ഉപരിയായിട്ട് ഒരു റിലീജിയസ് ചടങ്ങായിട്ടാണ് ജനങ്ങൾ ഈ ഒരു ട്രാജഡിനെ അന്നത്തെ കാലത്ത് കണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ട്രാജഡീസ് ദെൻ ഡ്രൂ ദെയർ തീംസ് ഫ്രം ലെജൻഡ്സ്, മിത്സ് ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ അന്നത്തെ മിക്കവാറും ട്രാജഡികൾ ലെജൻഡുകളിൽ നിന്നും അതുപോലെ മിത്തുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നൊക്കെയാണ് അതിൻ്റെ തീംസ് എടുത്തിട്ടുണ്ടായിരുന്നത്. Many plays were adaptations from the epics of the great Greek poet Homer. അതുപോലെ പല നാടകങ്ങളുടെയും കഥകൾ ഗ്രീക്ക് പോയിറ്റ് ആയിട്ടുള്ള ഹോമറിൻ്റെ ഇതിഹാസങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. Then some basic facts about tragedy. ഇനി നമ്മളുടെ ട്രാജഡിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് എ സീരിയസ് ആൻഡ് കംപ്ലീറ്റ് ആക്ഷൻ ഓഫ് സം മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ട്രാജഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു വലിയ സംഭവത്തിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇമിറ്റേഷനാണ് ട്രാജഡി എന്ന് പറയുന്നത്. ഇറ്റ്സ് ലാംഗ്വേജ് ഈസ് എംബലിഷ്ഡ്. ഇതിൻ്റെ ലാംഗ്വേജ് വളരെ ആലങ്കാരികമാണ്. സ്ട്രെസ് ഈസ് ഓൺ ആക്ഷൻ ആൻഡ് നോട്ട് നരേഷൻ. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ട്രാജഡിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് ആക്ഷനാണ്, അല്ലാതെ നരേഷനല്ല, കഥ പറയലല്ല ഇതിൽ ഇമ്പോർട്ടൻറ്റ്, ഇതിൽ ആക്ഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ത്രൂ പിറ്റി ആൻഡ് ഫിയർ ഇറ്റ് എഫക്ട്സ് ദ പ്രോപ്പർ പർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ്. അപ്പോൾ പിറ്റി ആൻഡ് ഫിയർ, അതായത് കരുണയിൽ കൂടിയും അതുപോലെ ഫിയർ ഭയത്തിൽ കൂടിയും ഇത്തരം വികാരങ്ങളെ അത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, പർഗേഷൻ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then next, Aristotle uses the word catharsis for purgation or purification. അപ്പോൾ ഈ ഒരു പർഗേഷൻ ഓർ പ്യൂരിഫിക്കേഷൻ, അതായത് ഈ ഒരു ശുദ്ധീകരണ പ്രോസസ്സിനെ കഥാർസിസ് എന്നാണ് അരിസ്റ്റോട്ടിൽ വിളിക്കുന്നത്. ദ ഐഡിയ ക്യാൻ ബി സിംപ്ലിഫൈഡ് ആസ് ദിസ്. ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം. Tragic representations of suffering, misfortunes and defeats do not produce negative emotions of sorrow or gloom in the audience. അതായത് ട്രാജിക് റെപ്രസെൻറ്റേഷൻസ് ആയിട്ടുള്ള സഫറിങ്, അതായത് സഹനങ്ങളും അതുപോലെ മിസ്ഫോർച്യൂൺസ് നിർഭാഗ്യങ്ങളും അതുപോലെ ഡിഫീറ്റ്സ് പരാജയങ്ങളും നമ്മൾ സ്റ്റേജിൽ കാണുമ്പോൾ അവ തമ്മിൽ ദുഃഖമോ നിരാശയോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. When people see the sufferings of others in a play, they feel relieved and even exalted through the process of purification. ഇനി നേരെ മറിച്ച് ജനങ്ങൾ, അതായത് മറ്റുള്ളവരുടെ സഹനങ്ങൾ ഒരു നാടകത്തിൽ കാണുമ്പോൾ അവരിൽ ദുഃഖമോ നിരാശയോ അവർക്ക് ദുഃഖമല്ല, പകരം എന്താണ് ഒരു പ്യൂരിഫിക്കേഷൻ, ആ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി ഒരുതരം ആശ്വാസവും അതുപോലെ ഉയർന്ന ചിന്തയുമാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു നാടകത്തിലൂടെ ജനങ്ങൾ എന്താണ് അതിലുള്ള മറ്റുള്ളവരുടെ ഫീലിങ്സും സഫറിങ്സും ഒക്കെ കാണുന്ന സമയത്ത് ഓഡിയൻസിന് ദുഃഖം മാത്രമല്ല ഉണ്ടാകുന്നത്, അതിന് പകരമായിട്ട് അതിൻ്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അവർക്കൊരു ആശ്വാസവും അതുപോലെ ഒരു ഉയർന്ന ചിന്തയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. Thus we can say catharsis as the pleasure of pity and fear. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം കഥാർസിസ് എന്നത്
പ്ലഷർ ഓഫ് പിറ്റി ആൻഡ് ഫിയർ, അതായത് കരുണയുടെയും ഭയത്തിൻ്റെയും സന്തോഷമാണെന്ന്. പ്ലഷറാണ്, പിറ്റി ആൻഡ് ഫിയറിൻ്റെ പ്ലഷറാണ് കഥാർസിസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് കരുണയുടെയും ഭയത്തിൻ്റെയും സന്തോഷമാണ് കഥാർസിസ് എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് കഥാർസിസ് ഈസ് റിലേറ്റഡ് ടു ദ ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് രസ. ഇനി ഒരു കഥാർസിസ്, നമ്മുടെ അരിസ്റ്റോട്ടലിൻ്റെ കഥാർസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയ, ഈ ഒരു ആശയം ഇന്ത്യൻ ഐഡിയ ആയിട്ടുള്ള, ഇന്ത്യൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള രസ തിയറിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. രസ ഈസ് ദ സബ്ലിമേറ്റഡ് ഫീലിംഗ് അറൗസ്ഡ് ഇൻ പീപ്പിൾ വെൻ ദേ സീ സച്ച് ഫീലിംഗ്സ് ഡ്രമാറ്റൈസ്ഡ് ഈതർ ഇൻ ദെയർ റീഡിങ്സ് ഓർ വെൻ ദേ സീ ദം ഓൺ ദ സ്റ്റേജ്. അപ്പോൾ രസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സഹനങ്ങളെപ്പറ്റി വായിക്കുകയോ അതുപോലെ സ്റ്റേജിൽ കാണുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന തരം ചിന്തയാണ് രസ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കഥാർസിസ് എന്നുള്ള ഒരു ഐഡിയ നമ്മളുടെ ഇന്ത്യൻ രസ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. In the opinion of Aristotle, a tragic hero is a person who has greater qualities than an ordinary person. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ ഒരു ട്രാജിക് ഹീറോ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരിലും കൂടുതലായി കഴിവുകളും സാമർഥ്യങ്ങളും ഒക്കെയുള്ള ആളാണ് എൻ്റെ ഒരു ട്രാജിക് ഹീറോ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ബട്ട് ഹീ ഷുഡ് നോട്ട് ബി വെരി ഗുഡ് ഓർ പെർഫെക്റ്റ്. പക്ഷേ അതേസമയം തന്നെ അയാളൊരു വളരെ നല്ല മനുഷ്യനോ അതുപോലെ പെർഫെക്റ്റോ ആകാൻ പാടില്ല, അതായത് പരിപൂർണനോ ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. He will have a tragic flaw, a weakness that will bring his downfall. അയാൾക്ക് എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടായിരിക്കും, അതായിരിക്കും അയാളുടെ വീഴ്ചയ്ക്ക് കാരണം. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ട്രാജിക് ഹീറോ എന്ന് പറയുന്നത്. ദ മിസ്ഫോർച്യൂൺ ഓഫ് ദ ട്രാജിക് ഹീറോ അറോസസ് പിറ്റി ഇൻ ദ ഓഡിയൻസ് ബിക്കോസ് ഹി ഈസ് നോട്ട് എ ബാഡ് മാൻ. അപ്പോൾ ഈ ഒരു ട്രാജിക് ഹീറോയുടെ ആ ഒരു ഡിഫക്റ്റ്, ആ ഒരു നിർഭാഗ്യം നമ്മളുടെ ഓഡിയൻസിൽ ഒരു പിറ്റി എറോസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു കരുണ ഉദ്ദീപിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം അയാളൊരു ചീത്ത മനുഷ്യനല്ല എന്നാണ് പറയുന്നത്. ഹിസ് മിസ്ഫോർച്യൂൺ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഹി ഡിസേർവ്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ അയാൾ അർഹിക്കുന്നതിലും വളരെ കൂടുതലാണ്. They feel fear because they too can misjudge things and people, and then the tragedies might happen to them also. അപ്പോൾ ഓഡിയൻസിന് അത്തരം ദുരന്തങ്ങൾ കാണുമ്പോൾ ഭയമുണ്ടാകും. കാരണം കാര്യങ്ങളെ അവർ തെറ്റിദ്ധരിച്ചാൽ അവർക്കും ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമല്ലോ എന്നോർത്ത് അവർക്ക് ഭയമുണ്ടാകുമെന്നാണ് പറയുന്നത്. Then it was in his book Poetics that Aristotle presented his views on tragedy. ഇനി അരിസ്റ്റോട്ടലിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയറ്റിക്സ് എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ആണ് അദ്ദേഹം ട്രാജഡിയെ പറ്റിയിട്ടുള്ള തൻ്റെ ആശയങ്ങളൊക്കെ പ്രകടമാക്കിയിട്ടുള്ളത്. It was in his book Poetics that Aristotle presented his views on tragedy. Aristotle's views were mainly based on three classical Greek dramatists, Aeschylus, Sophocles and Euripides. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ഈ ഒരു ആശയങ്ങൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക് പ്ലേറൈറ്റ്സിൻ്റെ നാടകങ്ങളെ അവരുടെ പ്ലേയെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ആ 3 പ്രധാന നാടകകൃത്തുകളാണ് എസ്കിലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡിസ് ഒക്കെ. ഈ 3 ഗ്രീക്ക് ഡ്രമാറ്റിസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. The next, drama has come a long way from the days of Aristotle. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ കാലത്തുള്ളതിൽ നിന്നും ഡ്രാമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. But his views can be taken as a starting point when we talk about tragedy. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ട്രാജഡിയെ പറ്റി പഠിക്കാനുള്ള ഒരു ആദ്യ പടികളായിട്ട് കണക്കാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. Medieval tragedies do not conform to the conventions of classical Greek tragedies.
അതായത് മിഡീവൽ ട്രാജഡീസ്, അതായത് മധ്യകാല ട്രാജഡികൾ ക്ലാസിക്കൽ ഗ്രീക്ക് ട്രാജഡികളുടെ ആശയങ്ങളുമായി ചേർന്ന് പോകുന്നതല്ല എന്നാണ് പറയുന്നത്. മിഡീവൽ ട്രാജഡീസ് ആർ ഓഫൺ സ്റ്റോറീസ് ഓഫ് പേഴ്സൺസ് ഓഫ് ഹൈ സ്റ്റാറ്റസ് കമ്മിങ് ടു മിസറി ബിക്കോസ് ഓഫ് സം മിസ്ഫോർച്യൂൺ. ഈ ഒരു മിഡീവൽ ട്രാജഡീസ്, അതായത് മധ്യകാല ട്രാജഡികളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് മഹാന്മാർ നിർഭാഗ്യം കൊണ്ട് ദുരന്തങ്ങളിലേക്കൊക്കെ വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദിസ് മൊറാലിറ്റി പ്ലേസ് വിച്ച് വേർ പോപ്പുലർ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഇത്തരം ട്രാജഡികൾക്ക് പ്രചോദനമായത് അന്ന് പ്രസിദ്ധി ആർജിച്ചിരുന്ന മിറക്കിൾ ആൻഡ് മൊറാലിറ്റി പ്ലേസിൽ നിന്നുമാണ് എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദി എലിസബത്തൻ പീരീഡ് റവെഞ്ച് ട്രാജഡീസ് വേർ പോപ്പുലർ. അപ്പോൾ നമ്മളുടെ എലിസബത്തൻ പീരീഡിലൊക്കെ റവെഞ്ച് ട്രാജഡീസ് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു എലിസബത്തൻ പീരീഡിൽ. ഇനി നമ്മൾ ഈ ഒരു മൊറാലിറ്റി ഓർ മിറക്കിൾ പ്ലേസ് ഒക്കെ കൂടുതലായിട്ട് അതായത് റിലീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് കൂടുതലായിട്ട് അവതരിപ്പിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദേ വർ മോഡൽ ഓൺ ദ ട്രാജഡീസ് ഓഫ് സെനേക്ക. അപ്പോൾ ഈ ഒരു എലിസബത്തൻ പീരീഡിൽ സെനേക്കയുടെ ട്രാജഡികളുടെ ഇമിറ്റേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. Seneca was a Roman Stoic philosopher, statesman, dramatist, and in one work satirist from the post-Augustan ego of Latin literature. അപ്പോൾ സെനേക്ക ഒരു റോമൻ ഫിലോസഫർ ആയിരുന്നു, അതുപോലെ ഒരു സ്റ്റേറ്റ്സ്മാൻ, ഒരു ഭരണാധികാരിയും, അതുപോലെ ഒരു പ്ലേ റൈറ്റും ഡ്രാമാറ്റിസ്റ്റും ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് സാറ്ററിസ്റ്റ് ആയിരുന്നു, ആക്ഷേപഹാസ്യമായിരുന്നു. അതുപോലെ ലാറ്റിൻ സാഹിത്യത്തിലെ പോസ്റ്റ് ഓഗസ്റ്റൻ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് എന്നാണ് പറയുന്നത്. Those tragedies were full of murder, revenge, supernatural beings like ghosts and bloodshed. അപ്പോൾ അത്തരം ട്രാജഡികളിലൊക്കെ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? അതായത് സെനേക്കൻ്റെ ട്രാജഡികളിലൊക്കെ നമുക്ക് മർഡർ കാണാൻ കഴിയും, പ്രതികാരം, റവെഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതികാരം, അതുപോലെ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്, അതുപോലെ ഗോസ്റ്റ്, സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് എന്ന് അതിൽ വരുന്നതാണ് ഗോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ, അതായത് പൈശാചിക ശക്തികളൊക്കെ, അതുപോലെ ബ്ലഡ് ഷെഡ്, ചോരപ്പുഴ ഒഴുക്കൽ, ഇതൊക്കെ ഈ ഒരു ട്രാജഡികളിൽ, സെനേക്കൻ ട്രാജഡികളിലൊക്കെ സർവ്വസാധാരണമായിരുന്നു എന്നാണ് പറയുന്നത്. ദി സ്പാനിഷ് ട്രാജഡി ബൈ തോമസ് കിഡ് ആൻഡ് ക്രിസ്റ്റഫർ മെർലോസ് ദ ജൂ ഓഫ് മാൾട്ട ആർ ഇൻ ദ റെവെഞ്ച് മോഡ്. അപ്പോൾ റെവെഞ്ച് ട്രാജഡിക്ക് എക്സാമ്പിളാണ് തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡിയും അതുപോലെ ക്രിസ്റ്റഫർ മെർലോയുടെ ദ ജൂ ഓഫ് മാൾട്ടയൊക്കെ റെവെഞ്ച് ട്രാജഡിക്ക് ഉദാഹരണങ്ങളാണ് എന്നാണ് പറയുന്നത്. റെവെഞ്ച് ട്രാജഡി എന്ന് പറഞ്ഞാൽ പ്രതികാര ട്രാജഡി എന്നുള്ളതായിരുന്നു. Then Duchess of Malfi by John Webster and Hamlet by Shakespeare are slightly different versions of the revenge tragedies. ഇനി ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റും ജോൺ വെബ്സ്റ്ററിൻ്റെ ഡച്ചസ് ഓഫ് മാൽഫിയും ഒക്കെ ഈ ഒരു റെവെഞ്ച് ട്രാജഡിയുടെ ഗണത്തിൽ പെടുത്താമെങ്കിലും അവയ്ക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. The Elizabethan age, late 16th century to early 17th century, is the golden period of English tragedies. ഇനി നമ്മുടെ എലിസബത്തൻ പീരീഡിൽ, അതായത് 16th സെഞ്ച്വറിയുടെ രണ്ടാം പകുതി മുതൽ 17th സെഞ്ച്വറിയുടെ ആദ്യ ദശകം വരെയാണ് ഇംഗ്ലീഷ് ട്രാജഡിയുടെ സുവർണ കാലം എന്ന് പറയുന്നത്, ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. Some of the most important playwrights of this period are William Shakespeare, George Chapman, John Webster, Philip Massinger, and Beaumont and Fletcher. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേ റൈറ്റ്സിൽ ചിലരാണ് വില്യം ഷേക്സ്പിയർ, ജോർജ് ചാപ്മാൻ, ജോൺ വെബ്സ്റ്റർ, ഫിലിപ്പ് മാസിംഗർ, ബ്യൂമോണ്ട് ആൻഡ് ഫ്ലെച്ചർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ. എലിസബത്തൻ ട്രാജഡീസ് വർ സംവാട്ട് ഡിഫറെൻറ്റ് ഫ്രം അരിസ്റ്റോട്ടിൽ കോൺസെപ്റ്റ് ഓഫ് ട്രാജഡി. അപ്പോൾ ഈ അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങളിൽ നിന്നും അല്പം ഡിഫറെൻ്റ് ആണ് എലിസബത്തൻ ട്രാജഡികൾ എന്നാണ് പറയുന്നത്. ദേ ഇൻട്രൊഡ്യൂസ്ഡ് സം ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ഈവൻ ഇൻ ദ ട്രാജഡീസ്. അപ്പോൾ എലിസബത്തൻ ട്രാജഡികളിൽ നമുക്ക് ചിലപ്പോൾ
എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഹ്യൂമറസ് ആയിട്ടുള്ള, അതായത് കുറച്ച് രസിക കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദേ ഡിഡ് നോട്ട് കൺഫേം ടു ദ 3 ഡ്രാമാറ്റിക് യൂണിറ്റീസ് സച്ച് ആസ് ടൈം, പ്ലേസ്, ആക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു എലിസബത്തൻ പീരീഡിൽ, എലിസബത്തൻ ട്രാജഡിയിൽ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ്, ആക്ഷൻ തുടങ്ങിയവർക്ക് ഒരു ഇമ്പോർട്ടൻസും കൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടിലിയൻ ട്രാജഡിയിലൊക്കെ ഇതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ എലിസബത്തൻ ട്രാജഡിയിൽ നമുക്ക് ഈ ഒരു 3 യൂണിറ്റീസ്, ഏതൊക്കെയാണ് 3 യൂണിറ്റീസ്, ടൈം, പ്ലേസ്, ആക്ഷൻ, ഇതിന് തീരെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ബട്ട് ദീസ് ട്രാജഡീസ് ഹാഡ് ഗ്രേറ്റ് പീപ്പിൾ ആസ് ദെയർ ഹീറോസ്. പക്ഷേ ഇവയിലെല്ലാം തന്നെ മഹാന്മാരായിരുന്നു ഹീറോകൾ എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ ദ 17th and 18th centuries ട്രാജഡീസ് ഹാഡ് ഹീറോസ് ഫ്രം ലോവർ ക്ലാസ്സസ് ഓൾസോ. പക്ഷേ 17th century to 18th centuryകളിൽ ഹീറോകളിൽ സാധാരണക്കാരെയും ഉൾപ്പെട്ടിരുന്നു. അതായത് ലോവർ ക്ലാസ്, 17th century മുതൽ 18th centuryയിലുള്ള ട്രാജഡികളിൽ ലോവർ ക്ലാസ്സിലുള്ള നോർമലായിട്ടുള്ള ആളുകളെയും ക്യാരക്ടേഴ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുവരെയുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വലിയ ഹീറോസ്, മഹാന്മാരായിട്ടുള്ള ഗ്രേറ്റ് പീപ്പിൾസൊക്കെ ആയിരുന്നു ഹീറോസായിട്ട് വന്നിരുന്നത്. ദേ വർ ഓൾസോ റിട്ടൺ ഇൻ പ്രോസ് ബൈ ദിസ് ടൈം. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രോസിലും ഈ ഒരു നാടകങ്ങൾ, ഈ ഒരു പ്ലേകളൊക്കെ വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. As time passed, the themes of tragedies changed to middle class and lower class issues. അങ്ങനെ കാലക്രമേണ ട്രാജഡികളുടെ തീംസ് ഏതിലോട്ട് മാറാൻ തുടങ്ങി? അതായത് മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ഇഷ്യൂസ്, അതായത് മധ്യവർഗക്കാരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളായിട്ട് മാറാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. നോർവീജിയൻ പ്ലേറൈറ്റ് ഹെൻറിക് ഇബ്സൺ റോട്ട് ഹിസ് പ്ലേസ് ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century. അപ്പോൾ നോർവീജിയൻ പ്ലേറൈറ്റ് ആയിട്ടുള്ള ഹെൻറിക് ഇബ്സൺ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ എഴുതിയത് 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലാണ് എന്നാണ് പറയുന്നത്. സം ഓഫ് ഹിസ് പ്ലേസ് ലൈക്ക് എ ഡോൾസ് ഹൗസ്, ഗോസ്റ്റ് ആൻഡ് എനിമി ഓഫ് ദ പീപ്പിൾ ഡീൽ വിത്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേകളാണ് ഡോൾസ് ഹൗസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ ഗോസ്റ്റ് ആൻഡ് എനിമി ഓഫ് ദ പീപ്പിൾ തുടങ്ങിയിട്ടുള്ളവ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളാണ് തീമായിട്ട് വരുന്നത്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് ഇവയിലൊക്കെ തീമായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ദേ ബിലോങ് ടു ദ ഗ്രൂപ്പ് കോൾഡ് പ്രോബ്ലം പ്ലേസ്. അപ്പോൾ ഹെൻറിക് ഇബ്സൻ്റെ വർക്കുകൾ, അതായത് പ്ലേകളൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? പ്രോബ്ലം പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ് എന്നാണ് പറയുന്നത്. അതിലുള്ള തീംസ് എന്തായിരുന്നു? സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിരുന്നു അതിൽ വന്നിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആർതർ മില്ലർ ആൻഡ് യൂജിൻ ഓനെയിൽ ആർ 2 ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമേരിക്കൻ പ്ലേറൈറ്റ്സ് ഓഫ് ദ 20th century. ഇനി 20th centuryയിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാടകകൃത്തുക്കളാണ്, അതായത് പ്ലേറൈറ്റ്സ് ആണ്. ആർതർ മില്ലർ, യൂജിൻ ഓനെയിൽ തുടങ്ങിയിട്ടുള്ളവർ. മില്ലർ റോട്ട് ഓൾ മൈ സൺസ് ആൻഡ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഇനി ആർതർ മില്ലറുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേകളാണ് ഓൾ മൈ സൺ, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഒക്കെ നമുക്ക് പഠിക്കേണ്ടായിരുന്നു. കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു അത്. അപ്പോൾ ഇതൊക്കെ മില്ലറുടെ പ്ലേകളാണ്. ദെൻ മോർണിംഗ് ബിക്കംസ് എലക്ട്ര ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ഓനെയിൽ. അപ്പോൾ യൂജിൻ ഓനെയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേ ആണ് മോർണിംഗ് ബിക്കംസ് എലക്ട്ര എന്നത്. ഇറ്റ് ഈസ് എൻ അഡാപ്റ്റേഷൻ ഓഫ് ഒറസ്റ്റിയ ബൈ ഇസ്ക്ലസ്. അപ്പോൾ ഈ ഒരു യൂജിൻ ഓനെയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് മോർണിംഗ് ബിക്കംസ് എലക്ട്ര. ഇസ്ക്ലസിൻ്റെ ഒറസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേയുടെ അഡാപ്റ്റേഷനാണ് യൂജിൻ ഓനെയിലിൻ്റെ മോർണിംഗ് ബിക്കംസ് എലക്ട്ര എന്ന് പറയുന്ന പ്ലേ. ദ അമേരിക്കൻ ബോൺ ബ്രിട്ടീഷ് റൈറ്റർ T.S. Eliot's Murder in the Cathedral adopts the Greek convention and it is in verse. അപ്പോൾ അമേരിക്കയിൽ ജനിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരനായിട്ടുള്ള T.S. Eliotൻ്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന ഈ ഒരു പ്ലേ ഗ്രീക്ക് നാടകങ്ങളെ അനുസ്മരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് എലമെൻറ്റ്സ് ഓഫ് ദ മിഡീവൽ മിറക്കിൾ ആൻഡ് മൊറാലിറ്റി പ്ലേസ്. അപ്പോൾ
വേഴ്സ് രൂപത്തിലാണ്, വേഴ്സ് അതായത് പദ്യ രൂപത്തിലാണ് ഈ ഒരു മർഡർ ഇൻ ദ കത്തീഡ്രൽ എഴുതിയിട്ടുള്ളത്. മധ്യകാല മിറക്കിൾ ആൻഡ് മൊറാലിറ്റി പ്ലേസിൻ്റെ ചില അംശങ്ങളൊക്കെ ഇതിൽ കാണാൻ കഴിയും. എലമെൻറ്റ്സ് ഓഫ് ദ മിഡീവൽ മിറക്കിൾ ആൻഡ് മൊറാലിറ്റി പ്ലേസ്, അതായത് മിഡീവൽ കാലഘട്ടത്തിലുള്ള മിറക്കിൾ ആൻഡ് മൊറാലിറ്റി പ്ലേസിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് നമുക്ക് എവിടെ കാണാൻ കഴിയും? ടി.എസ്. എലിയറ്റിൻ്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേയിൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്.